തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിൽ പ്രധാന പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എം.കെ. നാസറിനാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ശിക്ഷ മരവിപ്പിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എസ് രാഗൻ വിവരങ്ങളുമായി. രാഗൻ, ഇപ്പോൾ എം.കെ. നാസറിന്റെ ശിക്ഷ മരവിപ്പിക്കാനുള്ള കാരണം എന്താണ്? അധ്യാപകന്റെ കൈപ്പത്തി വെട്ടിമാറ്റി കേസിലെ മൂന്നാം പ്രതിയാണ് എം.കെ. നാസർ. എം.കെ. നാസറിന് നേരത്തെ വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷ നൽകിയതാണ്. ഇതിനെതിരെയുള്ള അപ്പീൽ ഹർജിയാണ് ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുള്ളത്. ഈ അപ്പീൽ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശിക്ഷ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അതായത് മരവിപ്പിച്ചുകൊണ്ടാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അത് ഈ അപ്പീൽ തീർപ്പാകുന്നത് വരെയുള്ള ഒരു നടപടിക്രമം ആണ് എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിൽ പ്രധാനമായും പരിഗണിച്ചത് ഈ അറസ്റ്റിന് ശേഷവും അതോടൊപ്പം തന്നെ ശിക്ഷ വന്നതിന് ശേഷവും ഒക്കെ ആകെ ഒരു 9 വർഷത്തോളം ഈ പ്രതി ജയിലിലായിരുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ കേസിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യ സൂത്രധാരൻ എന്നതാണ് NIA കണ്ടെത്തൽ. ഈ എം.കെ. നാസർ അവിടെ വണ്ടി അറേഞ്ച് ചെയ്തത്, അതോടൊപ്പം തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്തതൊക്കെ ഇയാൾ നേതൃത്വത്തിലായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഒരു ഹീനകൃത്യമാണ് അന്ന് നടന്നത്. ഈ സംഭവത്തിൽ അന്ന് PFIയുടെ ജില്ലാ ചുമതലയുണ്ടായിരുന്ന ആളായിരുന്നു എം.കെ. നാസർ. അതിനുശേഷമാണ് PFIയുടെ നിരോധനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത്. അതിലൊക്കെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കേസ് എന്ന നിലയിൽ PFI അല്ലെങ്കിൽ കേസ് എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ട ഒരു കേസ് കൂടിയാണ്. എന്തായാലും ഇപ്പോൾ അപ്പീലിൽ തീർപ്പാകുന്നത് വരെയാണ് ഇപ്പോൾ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ഈ മൂന്നാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അപ്പീലിൽ തീർപ്പാകുന്നത് വരെ ശിക്ഷ മരവിപ്പിച്ചു. അതൊരു സാങ്കേതിക നടപടിക്രമമാണ് എന്ന് തോന്നുന്നു.